പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നോക്കൂ, എല്ലാവരും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവിൻ. നമ്മുടെ അപ്പൻ്റെ ആഗ്രഹം അതാണ്, സമാധാനം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാണ്. അത് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. അപ്പൻ്റെ ആഗ്രഹം അതാ, നമ്മളെപ്പോഴും സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, ശുദ്ധീകരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയും അതോടൊപ്പം തൻ്റെ ജനത്തിൻ്റെയും പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:12-13 വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. നോക്കൂ, ഹല്ലേലൂയ. ഭയത്തോടും വിറയലോടും കൂടെ. എന്നിട്ട് പറയുന്നുണ്ട്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നാം ഭയത്തോടും വിറയലോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് മുന്നേറുമ്പോൾ അപ്പൻ്റെ ആഗ്രഹമാ നമ്മളിൽ എന്തെല്ലാം ചെയ്യണം, നമുക്ക് എന്തെല്ലാം ചെയ്തു തരണം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. ഹല്ലേലൂയ. എങ്ങനെയാ പറഞ്ഞാൽ, നമ്മൾ ഭയത്തോടും വിറയലോടും കൂടെ എവിടെയായിരുന്നാലും ഒരു ദൈവഭയം ഉണ്ടായിരിക്കണം. ആ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ഹല്ലേലൂയ, അതായത് ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവഭയം നമ്മിൽ നിന്ന് മാറുകയില്ല. ഏതു നേരത്തും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ഭയമുണ്ട്. ഹല്ലേലൂയ. അതെന്താണ്? യേശുവുമായിട്ടുള്ള, എൻ്റെ അപ്പനുമായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ ഭയമാണ്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഭയത്തോടും വിറയലോടും കൂടെ വേണം നാം പ്രവർത്തിക്കുക. അതായത് പാപത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിനായി വേർതിരിഞ്ഞ് ജീവിക്കുന്നതാണ് നമ്മുടെ വിശുദ്ധീകരണം. ഹല്ലേലൂയ. വിശുദ്ധി പ്രാപിച്ച് നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. വിശുദ്ധീകരണം പ്രാപിക്കുന്നവർ ദൈവത്തോട് അടുത്ത് ജീവിക്കുക, അതായത് ദൈവിക സ്വഭാവം കാണിക്കുന്നവരുമാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ ജനത്തെക്കുറിച്ചുള്ള അപ്പൻ്റെ ഉദ്ദേശം നമ്മുടെ വിശുദ്ധീകരണമായിരുന്നു. ഹല്ലേലൂയ. നാം എപ്പോഴും ശുദ്ധിയോടുകൂടി, ഹല്ലേലൂയ, അതായത് പാപങ്ങളെ വിട്ടോടി മാറി നിൽക്കുന്ന ആ ഒരു ജീവിതത്തിലുള്ളവരായിരിക്കണമെന്നായിരുന്നു അപ്പൻ്റെ ആഗ്രഹം. അതായത് പറഞ്ഞു, ഞാൻ പാപികളെ രക്ഷിപ്പാൻ, ഹല്ലേലൂയ, അപ്പൻ ഭൂമിയിലേക്ക് വന്നത് പ്രിയ മക്കളെ നമ്മെ രക്ഷിപ്പാൻ, ഹല്ലേലൂയ, വിശുദ്ധിയോട് ജീവിക്കുവാൻ വേണ്ടിയാണ്. സങ്കീർത്തനം 34:14 പറയുന്നുണ്ട്, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. അതായത് നോക്ക്, പാപ സ്വഭാവങ്ങളെല്ലാം നീക്കി ദൈവിക സമാധാനം പ്രാപിച്ചെടുക്കുന്നവരാകണം. അതായത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ. പ്രിയ മക്കളെ, നമ്മിൽ നിന്നെല്ലാം കപടതകളെല്ലാം നീക്കിക്കളഞ്ഞ് ദിനംതോറും ദൈവത്തെ കണ്ടുവേണം നാം ജീവിക്കുവാൻ. ആ ദൈവിക സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം, നമ്മിൽ പ്രകടമാക്കണം, നാം അതിൽ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. നോക്കൂ, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 7:1 പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഹല്ലേലൂയ. നോക്കൂ, നമ്മിൽ നിന്ന് നീക്കി കളയേണ്ടവയെല്ലാം നീക്കി ശുദ്ധീകരണം പ്രാപിച്ച്, അതായത് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ലോകത്തിൽ നിന്ന് കളങ്കമില്ലാത്തവരായി തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 6:12 പറഞ്ഞിരിക്കുന്നു, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറിനി വാഴരുത്. ഹല്ലേലൂയ. നോക്കൂ, ശരീരത്തിൻ്റെ മോഹങ്ങളിലൂടെ പാപം കടന്നു വരുവാൻ ഇടയാകുന്നത് കൊണ്ട് ക്രിസ്തുവിൽ വിശ്വാസമുള്ളവർ ഈ മോഹങ്ങളെയെല്ലാം
ചെറുത്തു നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതിനുള്ള കഴിവുണ്ടായിരിക്കണം പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്ക് കൃപ പ്രാപിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ, അതായത് ദൈവവുമായിട്ടുള്ള അപ്പനുമായിട്ടുള്ള ആ നല്ല ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹല്ലേലൂയ ലോകമോഹങ്ങളിൽ നിന്ന് ചെറുത്തു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. എഫീസ്യർക്കെഴുതിയ ലേഖനം 4 ഹല്ലേലൂയ 31, 32 വാക്യം പറയുന്നു, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. നോക്കൂ, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ കോപവും ക്രോധവും ആ സ്വഭാവങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് പറയാണ്, ദയയും മനസ്സലിവുള്ളവരുമായി തീരണം. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. നാം വിശുദ്ധിയിൽ ജീവിക്കണം. അതായത് ദോഷ സ്വഭാവങ്ങളെല്ലാം ആ ദുർനടപ്പുകളെല്ലാം നമ്മിൽ നിന്ന് നീക്കി ഹല്ലേലൂയ എന്നും കർത്താവിനോടൊപ്പം വിശുദ്ധി പ്രാപിച്ച് ജീവിക്കണമെന്നുള്ളതാ അപ്പൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞേ, ഇരുവായുത്തലുകളേത് വാളിനേക്കാളും മൂർച്ചേറിയ അപ്പന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമ്മിൽ നിന്ന് ഹല്ലേലൂയ എല്ലാ പാപ സ്വഭാവങ്ങളും മാറുവാൻ ഇടയാകണം. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ വെട്ടലും കുത്തലും എല്ലാം ഏൽക്കുമ്പോൾ നമ്മിൽ നിന്ന് വിടേണ്ടതെല്ലാം വിട്ട് അപ്പനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ചെടുക്കണം. പ്രിയ ദൈവമക്കളെ, ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നത്. ഹല്ലേലൂയ. അത് ചില തീയിലൂടെ ഒക്കെ കടത്തിവിടും. ഹല്ലേലൂയ. അത് നമ്മെ വെന്തു പോകുവാനല്ല പ്രിയ ദൈവമക്കളെ, അത് നമ്മെ ശുദ്ധീകരിക്കുക, ശോധന ചെയ്യുക. ഹല്ലേലൂയ. വേണ്ടാത്ത എല്ലാ സ്വഭാവങ്ങളും നമ്മിൽ നിന്ന് നീക്കിക്കളയുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പല രീതിയിലും നമ്മെ ഹല്ലേലൂയ ദുഷ്ടനാകുന്ന പിശാച് നമ്മോട് അടുത്തു വരുമ്പോൾ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, നമ്മൾ നമ്മുടെ അപ്പന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയരുത്. കർത്താവിനോട് ചേർന്ന് നിൽക്കണം. ആ വചനത്തിൽ നമ്മൾ വേരൂന്നി വളരണം. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും പതിയണം. നമ്മുടെ കർത്താവ് വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തില. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു, നോക്കൂ, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഹൃദയശുദ്ധിയോടെ കർത്താവിന്റെ സന്നിധി സമാധാനം അന്വേഷിച്ച് ദിനങ്ങളിൽ നമുക്കായിത്തീരാം. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. നോക്കൂ, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ഉത്സാഹിക്കണം. നമ്മിൽ നിന്നെല്ലാം പഴയ കർത്താവിന് ഗിതമില്ലാത്തതെല്ലാം നീക്കിക്കളയണമെന്ന് നാം തന്നെ ഉത്സാഹം കാണിച്ചെങ്കിൽ മാത്രമേ അത് നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുകയുള്ളൂ. ഈ ദിനങ്ങൾ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദിവസങ്ങൾ മാസങ്ങൾ ഓരോന്നോരോന്ന് കടന്നു പോകുമ്പോഴും എന്നിൽ എന്താണ് ഹല്ലേലൂയ അപ്പ മാറ്റം വല്ലതും ഉണ്ടോ? കർത്താവ് പച്ച ഹല്ലേലൂയ അപ്പനോട് ചേർന്ന് നിൽക്കത്തക്കവണ്ണം എന്നിൽ എന്താണ് ഹല്ലേലൂയ കുറവുകളെ, എൻ്റെ കുറ്റങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ് ഈ ദിനങ്ങളിൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് നമുക്കായിത്തീര. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവരായി കർത്താവിന്റെ സന്നിധി നമുക്കായിത്തീരാം. നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൈവഗീതമില്ലാത്തതെല്ലാം നീക്കിക്കളഞ്ഞ് കർത്താവെ ശുദ്ധി പ്രാപിച്ചായിത്തീരുവാൻ എല്ലാവരെയും സഹായിക്കണമേ. അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. അപ്പൻ ഓരോ മക്കളെയും സന്ദർശിക്കുന്നതിനായി സ്തോത്രം. ഓരോരുത്തരോട് ഇടപെടുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. അപ്പച്ച, ഹൃദയശുദ്ധിയോടെ ദൈവമുഖം അന്വേഷിക്കുന്നവരായി തീരുവാൻ എല്ലാവരെയും ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. വിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.